നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്നേ മുതിരയാണ് വയ്ക്കാൻ പോകണേട്ടോ. കർക്കിടക മാസത്തിലെ മുതിര എന്തായാലും കഴിക്കണം, നല്ലത് തന്നെയാണ്. ചൂടുള്ള സാധനമാണല്ലോ മുതിര. അപ്പോൾ കർക്കിടക മഴക്കാലത്ത് മുതിര കഴിക്കണം നല്ലതാണ്. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ മുതിരക്ക കറി നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് മുതിര അത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വെക്കാം കേട്ടോ. അതാ കഴുകി കൊണ്ടുവന്നു, അത് ഞാൻ കുക്കറിലേക്ക് ഇടാണ്. കഴുകിയ മുതിര കുക്കറിലിട്ടു. കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ, ഇപ്പം തന്നെ എടുത്ത് കഴുകിയുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് മുതിരയ്ക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത് അടച്ചിട്ട് ഇതിൽ 2 അല്ലെങ്കിൽ 3 വിസിൽ വരുത്താം കേട്ടോ. അപ്പോൾ വേവും. ഇപ്പോൾ നോക്കൂ, ഞാൻ അടുപ്പത്ത് വെച്ചു. 3 വിസിൽ വന്നിട്ട് പ്രഷർ പോകുമ്പോഴേക്കും നമുക്ക് നാളികേരം കുറച്ച് അരച്ച് വയ്ക്കാം. ഒരു മുറി നാളികേരം എടുത്തിരിക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഉണ്ട് 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 2-3 ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട്. ഇത്തിരി ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തു. എന്നിട്ടിത് അരച്ചെടുക്കാം മിക്സിയിൽ. ചെറിയ മിക്സിയിൽ ആദ്യം നാളികേരവും ജീരകവും കൂടി ഇടാം. ഇതൊന്ന് അരഞ്ഞതിന് ശേഷം പച്ചമുളകും ഉള്ളി ഇട്ടാൽ മതി. ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് നാളികേരം ജീരകം അരഞ്ഞതിന് ശേഷം അരയാന്ന് വെച്ചാൽ നന്നായിട്ട് അറിയൊന്നും വേണ്ട കേട്ടോ. ഒരുവിധം അരയുമ്പോൾ ഇതിട്ട് ഇടാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് അരയണമെന്നൊന്നുമില്ല കേട്ടോ, വെണ്ണ പോലെ അരയൊന്നും വേണ്ട. ഇതാ പ്രഷർ പോയി. നമുക്ക് തുറന്നു നോക്കാം വെന്തുണ്ടോയെന്ന് കേട്ടോ. ഇളക്കാം. നോക്കൂ, എന്താ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതിൽ ഉപ്പ്, മുളക്, മഞ്ഞൾ ഒന്നും ചേർത്തിട്ടില്ല, അത് ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ കൂടി വരുത്താം കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി വെന്തോട്ടെ മുതിര. അടച്ചു. ഒരു വിസിലും കൂടി വരുത്താം. വിസിൽ വന്നു കേട്ടോ, പ്രഷറും പോയി. തുറന്നു ഒന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഒഴിക്കാം. ഇത്തിരി വെള്ളം ചേർത്താണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. എന്താ കാരണം എന്നറിയോ? ഇത്തിരി വെള്ളം വേണം. ഇത്തിരി ചാറ് കൂട്ടാൻ പോലെ വെച്ചിരിക്കണതേ. ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ടേസ്റ്റുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മുതിരയിൽ ഒഴിച്ചാൽ മതി. പക്ഷേ മുതിര അധികം വെള്ളം ഒഴിച്ചാൽ വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരത്തിൽ വെള്ളം ചേർത്ത് ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം വേണം. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ ഒന്ന് തിളയ്ക്കണ വരെ പതുക്കെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. നാളികേരം വെള്ളം ചേർത്തല്ലേ, പതുക്കേനെ ഒന്ന് തിളയ്ക്കണ വരയ്ക്ക് അടുപ്പത്ത് വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമായി. ഇപ്പുറത്ത് ചെറിയ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. വലിയ അടുപ്പ് ഓഫാക്കാം നമുക്ക്. ഇവിടെ വെച്ചു. അയ്യോ, അത് ഓഫാക്കിയിട്ടില്ല, അത് ഓഫാക്കി ഇവിടെ കത്തിക്കാം. നന്നായിട്ട് കാണാൻ പറ്റണില്ലേ? നല്ല രസമുള്ള കൂട്ടാനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, അത് കാരണം ഇത്തിരി ഉപ്പും കൂടി ഇട്ടു, ഉപ്പ് പൊടി. ഇനി അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഊരിയിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ പണി. ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ രസം എന്നറിയോ? കഞ്ഞിക്കും കൂട്ടാം, ചോറിനും കൂട്ടാം. ഇത് ഞാൻ പണ്ടേ ഞങ്ങൾ കോഴ്സുകൾക്ക് പോകുമ്പോൾ, സ്കൂളിൽ ജോലിയുള്ള സമയത്ത് കോഴ്സുകൾക്ക് പോകുമ്പോൾ അവിടെ ഒരു ടീച്ചറുണ്ട്, രാജലക്ഷ്മി. ആ ടീച്ചർ ഇങ്ങനത്തെ കൊണ്ടുവന്നിട്ട്, ടീച്ചറെ നോക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല രസമുണ്ടല്ലോ. ഞാൻ മുതിര ഇങ്ങനെയല്ല കേട്ടോ വയ്ക്കാറ്. കഷ്ണിട്ടിട്ട് കായയോ ചേനയോ അല്ലെങ്കിൽ മത്തങ്ങയോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളില്ലേ ഏതെങ്കിലും ഇട്ട് ചേമ്പൊക്കെ ഇട്ടിട്ടൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ല രസം തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വയ്ക്കും. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. സാധാരണ നമ്മൾ മുതിരപ്പുഴുക്കൊക്കെ വെക്കില്ലേ, അതിൽ കുറേ കഷ്ണങ്ങൾ ഇടുമല്ലോ അല്ലേ തിരുവാതിരയ്ക്ക്. ഇതിലിപ്പോൾ ഇങ്ങനെ മാത്രം വെച്ചാലും നല്ല രസമാട്ടോ.
നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അടച്ച് വയ്ക്കാം. ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് പകർത്താം കേട്ടോ. കുറച്ച് കഴിഞ്ഞു, ഞാൻ പകർത്താൻ പോവുകയാണ് കേട്ടോ. പകർത്തിയിട്ട് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം. സൂപ്പറാട്ടാ, ഒരു ചിലവുമില്ല. എന്ത് സുഖം. ഇത്തിരി മുതിരല്ലേ വേണ്ടു. അത് കർക്കിടക മാസത്തിൽ മുതിര കഴിക്കണം നല്ലതാണെന്നാണ് പറയുക. മുതിര മുതിര കഴിച്ചാൽ കുതിര പോലെയാവും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശക്തി കിട്ടും, വിശക്കൂല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇത്തിരി കാർബോഹൈഡ്രേറ്റൊക്കെ ഉണ്ടെന്നാണ് പറയണത് കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.